ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ടാരറ്റ് എക്സ്പെഡിഷൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഒത്തിരി ആൾക്കാർ എന്നോടൊന്ന് ചോദിച്ചു, ഞങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന ആളുണ്ട്, അയാൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ക്യുക്കായിട്ടുള്ള ഒരു സ്പെല്ലുണ്ടോ? ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നില്ല, അപ്പോൾ സ്പെല്ല് ചെയ്തിട്ട് നമുക്ക് അയാളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ജോലി കിട്ടാൻ, ഇൻ്റർവ്യൂ പാസ്സാവാൻ, എക്സാം പാസ്സാകാൻ, അതായത് നമ്മൾ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം നടക്കാൻ വേണ്ടിയിട്ട്, ഈവൻ ചെറിയൊരു ലോട്ടറി അടിക്കാൻ പോലും അല്ലേ, അതിനുവേണ്ടി നമുക്ക് ഇഷ്ടമുള്ള കാര്യം, നമുക്ക് ഡിസയർ ആയിട്ടുള്ള കാര്യം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും സ്പെല്ല് ചെയ്യാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ ഒരു ചെറിയൊരു നിങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള ഒരു സ്പെല്ല് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് സ്പെല്ലാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്, അതായത് കാല് ഉപയോഗിച്ചിട്ടുള്ള സ്പെല്ലാണ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. അതുപോലെ നമ്മൾ സ്പെല്ല് ചെയ്യുമ്പോൾ മറ്റ് ആരോടെങ്കിലും നമ്മൾ സ്പെല്ല് ചെയ്യുന്നു എന്നൊരിക്കലും പറയാതിരിക്കുക. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ മറ്റാൾക്കാരോട് നമ്മൾ ഇന്ന കാര്യത്തിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുകയാണ് എന്ന് പറയാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ, നമ്മളെ സ്പെല്ലിനെ ഏറ്റവും കൂടുതൽ നന്നായി പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല പോലെ മാനിഫെസ്റ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ നന്നായിട്ടുണ്ടായിരിക്കണം. അതായത് ഇപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാണ്, ഇപ്പോൾ എനിക്ക് അബണ്ടൻസിന് വേണ്ടിയിട്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നു, ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ അബണ്ടൻസ് ബ്രേസ്ലെറ്റ് വെച്ചിട്ട് വേണമെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യും. അതായത് എനിക്ക് മണി കിട്ടാൻ വേണ്ടിയിട്ട്, എനിക്ക് അബണ്ടൻസ് വരാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിയിൽ അബണ്ടൻസ് ബ്രേസ്ലെറ്റ് വെച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അബണ്ടൻസ് ഉണ്ടാവും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു സർട്ടൻ പോയിന്റിൽ കുറച്ച് സമയമെങ്കിലും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു കാര്യം നടന്നു കഴിഞ്ഞു എന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ വിശ്വസിക്കാൻ പറ്റുക, അല്ലെങ്കിൽ വിചാരിക്കാൻ പറ്റുക. ഒരു 2-3 ഒരു 5 മിനിറ്റെങ്കിലും നമുക്ക് കുറഞ്ഞത്, നല്ല മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് വർക്ക് ചെയ്യുന്നത് നല്ല കോൺസെൻട്രേഷൻ കപ്പാസിറ്റി ഉള്ളവർക്കാണ്. കോൺസെൻട്രേഷൻ കപ്പാസിറ്റി കുറവാണെങ്കിൽ നമ്മുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്കം. ബിക്കോസ് അല്ലേ, മാനിഫെസ്റ്റേഷനെ കുറിച്ച് നിങ്ങൾ ഓർക്കുമ്പോൾ ജസ്റ്റ് ചുമ്മാ ഒരു സെൻറ്റൻസ് കിട്ടുമ്പോൾ ആ സെൻറ്റൻസ് വായിക്കുകയല്ല, അതിലെ ഓരോ സെൻറ്റൻസിലെയും അർത്ഥം മനസ്സിലാക്കി ആ അർത്ഥം ഒറിജിനലി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന വ്യക്തിക്ക് ഈ ഒരു വൈബ്രേഷൻ കിട്ടുന്നുണ്ട്, ആ വ്യക്തി എൻ്റെ അടുത്ത് തിരിച്ചു വരും എന്ന രീതിയിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിച്ചാലാണ് മാനിഫെസ്റ്റേഷൻ പോസിബിൾ ആവുക. അല്ലാതെ എത്ര നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടും, അതായത് 2 മിനിറ്റ് എൻ്റെ എക്സ് തിരിച്ചു വരും, എൻ്റെ എക്സ് തിരിച്ചു വരും, വരുമായിരിക്കുമല്ലേ, ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തൊക്കെ നടക്കുമായിരിക്കുമല്ലേ എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും ആ മാനിഫെസ്റ്റേഷൻ നടക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഡൗട്ട്ഫുള്ളായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ആ മാനിഫെസ്റ്റേഷൻ നടക്കില്ല. മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് ആ കാര്യം നടന്നു കഴിഞ്ഞു എന്ന രീതിയിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ ആ കാര്യം ഉറപ്പായിട്ടും നടക്കും എന്ന രീതിയിൽ നമ്മൾ വിശ്വസിക്കുക എന്നതാണ് മാനിഫെസ്റ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മളൊരു ചെറിയ സ്പെല്ലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള സ്പെല്ലാണ്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ എൻ്റെ ലവർ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്. എൻ്റെ ലവറിൻ്റെ പേര് കരുൺ എന്നാണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ എനിക്ക് കരുണിനെ തിരിച്ച് അട്രാക്ട് ചെയ്യണം എൻ്റെ ലൈഫിലോട്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ, കരുൺ ഒരു റെഡ് കളർ മാർക്കർ എടുക്കുന്നു. എൻ്റെ ലെഫ്റ്റ് കാലിൻ്റെ താഴ്ഭാഗം, അല്ല നമ്മളിങ്ങനെയല്ലേ കാല് ചവിട്ടുന്നത് അല്ലേ, ഇപ്പോൾ ഞാൻ കൈവച്ച് കാണിക്കുകയാണ്, ഇങ്ങനെയാണ് കാല് ചവിട്ടുന്നത് അല്ലേ. അപ്പോൾ ആ കാലിൻ്റെ അടിഭാഗം, അതായത് റൈറ്റ് ലെഗിൻ്റെ താഴ്ഭാഗത്ത് എഴുതുക, കരുൺ എസ് കമ്മിങ് ബാക്ക്. എൻ്റെ അടുത്തേക്ക് കരുൺ തിരിച്ചു വരുന്നു, ഞങ്ങളുടെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുന്നു. കരുൺ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുന്നു എന്ന രീതിയിൽ റെഡ് മാർക്കർ കൊണ്ട് നിങ്ങളുടെ കാലിൽ എഴുതുക. ഓക്കെ, എഴുതി കഴിഞ്ഞിട്ട് നിങ്ങളൊരു സമാധാനമായിട്ടുള്ള, ആരുമില്ലാത്ത, കോൺസെൻട്രേറ്റഡ് ആയിട്ട്, നിങ്ങളെ ആരും ഡിസ്റ്റർബ് ചെയ്യാത്ത ആ ഒരു മുറിയിൽ നിൽക്കുക. നിന്നിട്ട് ആരോടും പറയരുത് സ്പെല്ല്. നിങ്ങളുടെ കാലിൽ റെഡ് മാർക്കർ കൊണ്ട് എഴുതുക. എഴുതി കഴിഞ്ഞിട്ട് കാലിൻ്റെ അടിഭാഗത്താണല്ലോ, എന്നിട്ട് നിങ്ങൾ ഒരു നോർമൽ ബാലൻസിൽ നിൽക്കുക. ഓക്കെ, അതായത് നമ്മൾ സാധാരണ നിൽക്കുന്ന പോലെ നല്ലൊരു ബാലൻസിൽ നിൽക്കുക. നിന്ന് കഴിഞ്ഞിട്ട് വിഷ്വലൈസ് ചെയ്യുക. അതായത് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാണ്, കരുൺ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, കരുൺ എൻ്റെ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, കരുൺ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നിലേക്ക് തിരിച്ചു വരാൻ കരുൺ ആഗ്രഹിക്കുന്നുണ്ട്,
കരുൺ തിരിച്ച് വന്നു, അങ്ങനെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് കരുൺ തിരിച്ച് വന്നു, ഞങ്ങളിപ്പോൾ നല്ല രീതിയിൽ ഹെൽത്തി റിലേഷൻഷിപ്പിൽ പോവുകയാണ് എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിച്ചതിന് ശേഷം ഒരു പ്രാവശ്യം കാലിങ്ങനെ അമർത്തി ചവിട്ടുക ഫ്ലോറിൽ. ഓക്കെ, നമ്മൾ യൂണിവേഴ്സിന് എനർജി കൊടുക്കുകയാണ്. ഓക്കെ, അത് നടന്നു. ഇനി വീണ്ടും നമ്മൾ ചിന്തിക്കുക, കരുൺ തിരിച്ചു വന്നു, ഞങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ലവ് ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്, ഞാൻ ഹാപ്പിയസ്റ്റ് ആണ്, കാരണം എൻ്റെ ആ ഒരു ആഗ്രഹം യൂണിവേഴ്സ് എനിക്ക് അച്ചീവ് ചെയ്ത് തന്നു എന്ന ഒരു പോസിറ്റിവിറ്റിയിൽ വീണ്ടും രണ്ടാമത്തെ കാല് ചവിട്ടുക. അങ്ങനെ 5 വട്ടം നിങ്ങൾ എഴുതിയിരിക്കുന്ന ആ ഒരു റൈറ്റ് കാല് ഇങ്ങനെ നമ്മുടെ ഫ്ലോറിലേക്ക് ഇങ്ങനെ അമർത്തി ചവിട്ടേണ്ടതായിട്ടുണ്ട് 5 വട്ടം. ഈ 5 വട്ടവും നിങ്ങൾക്ക് എന്താണോ മാനിഫെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ കാര്യത്തെ വിശ്വസിച്ച് കൊണ്ട് ചവിട്ടി കഴിഞ്ഞിട്ട് 5 പ്രാവശ്യം എണ്ണി ചവിട്ടുക. വേറെ കാര്യങ്ങളൊന്നും അതിൻ്റെ ഇടയിൽ ചിന്തിക്കരുത്. അതുപോലെ ചവിട്ടി കഴിഞ്ഞിട്ട് ഇതൊക്കെ നടക്കുമോ എന്ന രീതിയിൽ നിങ്ങൾ വിചാരിച്ചാൽ സ്പെല്ല് വർക്കാവില്ല. അതുപോലെ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ജോക്ക്. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള കാർമിക് പാർട്ട്ണറിന്റെ തിരിച്ച് ലൈഫിൽ വരുത്താൻ വേണ്ടിയിട്ട് ഈ സ്പെല്ല് ഉപയോഗിച്ച് കളയരുത്. ബിക്കോസ് ഇത് ഒത്തിരി ആൾക്കാർക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള സ്പെല്ലാണ്. ഞാൻ തന്നെ അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ബിക്കോസ് ഞാൻ ഈ സ്പെല്ല് ചെയ്തിട്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളൊക്കെ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ എനിക്ക് ട്രൂലി വർക്ക് ആയിട്ടുള്ള സ്പെല്ലുകളും മാനിഫെസ്റ്റേഷനും ഒക്കെയാണ് ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ട് അവർക്ക് തിരിച്ച് അവരുടെ എക്സിനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ മാനിഫെസ്റ്റേഷൻസ് മാത്രമേ ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ. അല്ലാതെ വെറുതെ ചുമ്മാ ഒരു മാനിഫെസ്റ്റേഷൻ ഇങ്ങനെ എൻ്റെ ഗുരു ഇങ്ങനത്തെ മാനിഫെസ്റ്റേഷൻ നല്ലതാണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ഞാൻ ആർക്കും കൊടുക്കാറില്ല. ഞാൻ ആദ്യം 2-3 ആൾക്കാർക്ക് മാനിഫെസ്റ്റേഷൻ കൊടുത്തിട്ട് അവരോട് പറയും ട്രൈ ചെയ്യാൻ. എന്നിട്ട് അതിൽ അവർ ഓക്കെ ആയി സക്സസ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് അല്ലെങ്കിൽ സക്സസ് ആയിട്ടുള്ള സ്പെല്ല് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പെല്ല് എന്തായാലും വർക്ക് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരിക്കലും സ്പെല്ല് ചെയ്യരുത്, എന്നാൽ വർക്ക് ചെയ്യില്ല. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഈ സ്പെല്ല് ചെയ്യുക. അതുപോലെ ഇത് ഒറ്റ തവണ ചെയ്താൽ മതി. ഈവൻ നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് പോകുന്നു, അതിൻ്റെ തലേ ദിവസം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇന്റർവ്യൂ കിട്ടും എന്ന് പറഞ്ഞ് ഈ ഒരു സ്പെല്ല് ചെയ്തിട്ട്, അതായത് റൈറ്റ് ലെഗിൻ്റെ താഴെ നിങ്ങളിത് റെഡ് മാർക്കർ കൊണ്ട് തന്നെ എഴുതുക. റെഡ് പെന്നല്ല, റെഡ് സ്കെച്ചല്ല, റെഡ് മാർക്കർ കൊണ്ട് തന്നെ നിങ്ങൾ എഴുതണം. അതായത് മാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, ഇപ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ പോവും, തേച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. അത് എത്ര നാൾ ഇരിക്കുമോ അത്രയും നാൾ നമ്മൾ ഡോമിനേഷൻ കാണിക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ സ്പെല്ല് വർക്കാവും. പക്ഷേ അത് കളഞ്ഞു പോകാതെ പ്രൊട്ടക്റ്റ് ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾ സാധാരണ എഴുതി കഴിഞ്ഞു 5 പ്രാവശ്യം ചവിട്ടി കഴിഞ്ഞിട്ട് നിങ്ങളത് മാറ്റാൻ നിൽക്കരുത്. അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ അങ്ങ് അലിഞ്ഞ് അങ്ങ് റിമൂവായി പൊക്കോളും നമ്മുടെ സ്കിന്നിൽ നിന്ന്. ഓക്കെ, അപ്പോൾ അത് ഒരു 2 ദിവസം എടുത്ത് പോയിക്കോളുമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ 1 ദിവസം കഴിയുമ്പോൾ തന്നെ അത് വാനിഷ് ആകും. അതുകൊണ്ട് അത് പേടിക്കണ്ട. പക്ഷേ നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഈ സ്പെല്ല് ചെയ്യുക. ഷുവറായിട്ടും വർക്ക്. ഇപ്പം നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലി വേണമെങ്കിൽ, സർട്ടൻ പേഴ്സണെ അട്രാക്ട് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ സമാധാനം വരണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്പെല്ല് ചെയ്യാവുന്നതാണ്. അതുപോലെ റോസ് ക്വാർട്സ് വെച്ച് നമുക്ക് ലവറിനെ അട്രാക്ട് ചെയ്യാനുള്ള സ്പെല്ല് ചെയ്യാം. ഇങ്ങനത്തെ സ്പെല്ലുകൾ നമ്മൾ നല്ല വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര എഫക്റ്റീവാണ്. നിങ്ങൾ ചെയ്യുന്ന സ്പെല്ലിൻ്റെ ആത്മാർത്ഥത അനുസരിച്ചിരിക്കും നിങ്ങളുടെ സ്പെല്ല് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടി സ്പെല്ല് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മനസ്സിൽ വിചാരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്, ഇനി ഞാനൊരു ജോബിൻ്റെ ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ജോബാണ് വേണ്ടത്, നിങ്ങൾക്ക് ഗവൺമെൻറ് ജോബാണ് വേണ്ടത് എങ്കിൽ നിങ്ങളുടെ കാലിൻ്റെ താഴെ ഗവൺമെൻറ് ജോബ് എന്ന റെഡ് മാർക്കർ കൊണ്ട് എഴുതുക. ഏത് കാലിൻ്റെ താഴെ? റൈറ്റ് കാലിൻ്റെ അടിഭാഗത്ത് നിങ്ങൾക്ക് വേണമെന്നുള്ള ഗവൺമെൻറ് ജോബ്. അല്ലെങ്കിൽ എനിക്ക് ഇന്ന സ്ഥലത്താണ് ജോലി കിട്ടേണ്ടത്, ഇന്ന ആള് തിരിച്ചു വരണം, കരുൺ കം ബാക്ക്. ഓക്കെ, അങ്ങനെ കാലിൻ്റെ റൈറ്റ് ഫുട്ടിൻ്റെ താഴെ എഴുതുക. എഴുതിയിട്ട് നിങ്ങൾ അത് നടക്കുന്നതായിട്ട് വിചാരിക്കുക. ഒരു പ്രാവശ്യം ചവിട്ടുക. നടക്കുന്നതായിട്ട് ആ ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരിക. പിന്നെയും ചവിട്ടുക. അത് അങ്ങനെ 2. പിന്നെ വീണ്ടും നിങ്ങൾ എക്സൈറ്റ്മെന്റ്, അതായത് അത് നടന്നു കഴിഞ്ഞു എന്ന ഒരു സന്തോഷവും ഗ്രാറ്റിറ്റ്യൂഡും അറിയിച്ചുകൊണ്ട് പിന്നെയും ചവിട്ടുക. 3ാമത്തത് കഴിഞ്ഞ് 4ാമത്തത് വീണ്ടും ഇതുപോലെ വിശ്വസിച്ച് 4ാമതും ചവിട്ടുക. അത് കഴിഞ്ഞ് 5ാമത് ഭയങ്കരമായിട്ട് നടന്നു കഴിഞ്ഞു, യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണെന്ന പൂർണ്ണ വിശ്വാസത്തോടെ 5ഉം ചവിട്ടുക. എന്നിട്ട് ഈ ഒരു സ്പെല്ല് നിങ്ങൾ ലീവ് ചെയ്യുക.
കാലിലുള്ളത് തന്നെ മാറിപ്പോകും. പിന്നെ ഇതിനെക്കുറിച്ച് ഓർക്കുമോ, ഇത് നടക്കുമോ നടക്കാതിരിക്കുമോ, അങ്ങനെയല്ല. ജസ്റ്റ് ലീവ്. ഡിവൈൻ ടൈം നിങ്ങൾക്കത് ലഭിക്കാനുള്ളതാണ്. നിങ്ങളുടെ ഡിവൈൻ ടൈമിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കത് വന്നു ചേരും. ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഭയങ്കര സൂപ്പർ സ്പെല്ലാണിത്. അതുപോലെ നിങ്ങൾ തന്നെ പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഈവൻ 24 hours പോലും വേണ്ട ഇത് ആക്ടിവേറ്റ് ആകാൻ. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു സ്പെൽ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് യൂണിവേഴ്സിൽ നിന്നൊരു മെസ്സേജ് കിട്ടിയത് കൊണ്ടായിരിക്കാം മേ ബി ഞാനിത് ഷെയർ ചെയ്തത്. ഇത് ഒത്തിരി ആൾക്കാർക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ഈ സ്പെല്ലിൽ വിശ്വസിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള സ്പെല്ലാണ്. എന്നിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ആ ഒരു ലൈഫിലെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഈവൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീസ് ക്ലിയർ ചെയ്യണമെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കത് നികത്തണമെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അബണ്ടൻസ് ആണ് സിംപ്ലി പറയണമെങ്കിൽ കാലിന് താഴെ അബണ്ടൻസ് എഴുതിയിട്ട് 5 വട്ടം നിങ്ങൾ റിച്ച് ആണ് അല്ലെങ്കിൽ അബണ്ടൻ്റ് ആയി എന്ന രീതിയിൽ വിശ്വസിച്ച് 5 പ്രാവശ്യം കാലിങ്ങനെ, അതായത് ഓരോ പ്രാവശ്യവും നിങ്ങൾ അതായത് മാനിഫെസ്റ്റ് ചെയ്യുക, ഇന്ന കാര്യം നടന്നു കഴിഞ്ഞു എന്നിട്ട് ചവിട്ടുക. പിന്നെയും അങ്ങനെ 5 വട്ടം നിങ്ങൾ വിശ്വസിച്ച് ചവിട്ടുക. എന്നിട്ട് ഇതിനെ ലീവ് ചെയ്യുക. എന്തായാലും ഉറപ്പായിട്ടും ഈ സ്പെല്ല് വർക്ക് ചെയ്യും. ഒത്തിരി പേർക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞു, എനിക്കും ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോൻ്റെ താഴെ ഒരു താങ്ക്സ് ബട്ടൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് എഫക്റ്റീവ് ആണെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാം. എനിക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതെന്തായാലും വർക്ക് ചെയ്യും. നിങ്ങൾ സത്യസന്ധമായിട്ട് വിശ്വസിച്ചാൽ മതി. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.